നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം അതിവേഗം ആധുനികതയിലേക്ക് കുതിക്കുകയാണ്. ഇതാ ഇവിടെ നമ്മുടെ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയെഴുതിയ ഒരു വലിയ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ. വെറും റോഡുകളല്ലിത്. ഓരോ റോഡും ഓരോ കഥ പറയുന്നുണ്ട് നഗരത്തിന്റെ ഭാവിയെക്കുറിച്ച്. ഇന്നത്തെ നമ്മുടെ യാത്ര ഈ സ്മാർട്ട് റോഡുകളിലൂടെയാണ്. ഇതിന്റെ കാഴ്ചകളും പ്രത്യേകതകളും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇത് വരുത്തിയ മാറ്റങ്ങളും നമുക്ക് നേരിട്ടറിയാം. തിരുവനന്തപുരം സ്മാർട്ട് റോഡ് പദ്ധതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന ലക്ഷ്യം: തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുക, മെച്ചപ്പെടുത്തുക, ഒപ്പം ഒരു സ്മാർട്ട് സിറ്റിക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ വ്യാപ്തിയും ദൂരവും: ആദ്യഘട്ടത്തിൽ 12 സ്മാർട്ട് റോഡുകളാണ് തിരുവനന്തപുരത്ത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. ഈ 12 റോഡുകൾക്ക് ആകെ 21.34 കിലോമീറ്റർ ദൂരമുണ്ട്. കൂടാതെ 27 റോഡുകൾ BMBC ബിറ്റ്യൂമിനസ് മെക്കാഡം ആൻഡ് ബിറ്റ്യൂമിനസ് കോൺക്രീറ്റ് നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മൊത്തം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 40 കിലോമീറ്ററോളം റോഡുകൾ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് വെള്ളയമ്പലം ആൽത്തറ ചെന്തിട്ട റോഡാണ് തിരുവനന്തപുരത്തെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ്. ഇതിന് ഏകദേശം 3.275 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ചെലവ്: 12 സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കുന്നതിനായി ഏകദേശം 180 കോടി രൂപയാണ് ചെലവഴിച്ചത്. സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 490 കോടി രൂപ വീതം ആകെ 980 കോടി രൂപയാണ് ഇതുവരെ നീക്കിവച്ചത്. പ്രധാന സവിശേഷതകൾ: അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി ഡക്റ്റുകൾ. റോഡിനടിയിലൂടെ പ്രത്യേക ഡക്റ്റുകളിലൂടെയാണ് വൈദ്യുതി, ടെലിഫോൺ, ഇന്റർനെറ്റ് കേബിളുകൾ, കുടിവെള്ളം, മലിനജല പൈപ്പുകൾ എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഭാവിയിൽ റോഡുകൾ കുഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. അറ്റകുറ്റപ്പണികൾക്കായി പ്രത്യേക മെയിന്റനൻസ് ചേംബറുകളും മാൻഹോൾസ് ഉണ്ട്. ആധുനിക തെരുവ് വിളക്കുകൾ, ഊർജ്ജക്ഷമതയുള്ള LED തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചില റോഡുകളിൽ മീഡിയനിലും വിളക്കുകളുണ്ട്. നടപ്പാതകൾ: ടൈലുകൾ പാകിയ മനോഹരമായ നടപ്പാതകൾ, കാഴ്ച പരിമിതർക്കായി ടാക്ടൈൽ പാതകൾ എന്നിവയുണ്ട്. സൈക്കിൾ ട്രാക്കുകൾ: ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാതയോട് ചേർന്ന് സൈക്കിൾ ട്രാക്കുകൾ ഒരുക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വെള്ളയമ്പലം ആൽത്തറ ചെന്തിട്ട റോഡിൽ. നവീകരിച്ച ഓടകൾ, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മെച്ചപ്പെട്ട ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ബേകൾ: വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പ്രത്യേക ഇടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്മാർട്ട് റോഡുകൾ പൂർണ്ണമായും നോ പാർക്കിംഗ് സോണുകളാണ്. മറ്റ് സൗകര്യങ്ങൾ: ചില റോഡുകളിൽ സ്മാർട്ട് ബസ് ഷെൽട്ടറുകൾ, സ്മാർട്ട് ടോയ്ലറ്റുകൾ, വിവര ബോർഡുകൾ, എവ് ചാർജിംഗ് സ്റ്റേഷനുകൾ, ഓപ്പൺ എയർ സ്റ്റേജുകൾ, ഇരിപ്പിടങ്ങൾ, കുടിവെള്ള കിയോസ്കുകൾ, പൊതു കിയോസ്കുകൾ, ഫീഡിംഗ് റൂമുകൾ, CCTV ക്യാമറകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും മാനവീയം വീതി, അയ്യങ്കാളി ഹാൾ, ഫ്ലൈഓവർ റോഡ് എന്നിവിടങ്ങളിൽ. നിർമ്മാണ നിലവാരം: BMBC ബിറ്റ്യൂമിനസ് മെക്കാഡം ആൻഡ് ബിറ്റ്യൂമിനസ് കോൺക്രീറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് കുറഞ്ഞത് 3 വർഷത്തെ ഗ്യാരണ്ടി ഉറപ്പു നൽകുന്നു. പദ്ധതി നടത്തിപ്പും ഫണ്ടിങ്ങും: സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് SCTL എന്ന പ്രത്യേക ഉദ്ദേശ കമ്പനിയാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ് KRFB മുഖേനയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പോലുള്ള ഏജൻസികൾക്ക് നിർമ്മാണ ചുമതല നൽകിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഫണ്ട് നൽകുന്നത്, ഏകദേശം 490 കോടി രൂപ വീതം. ഉദ്ഘാടനം: 2025 മെയ് മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ 12 സ്മാർട്ട് റോഡുകൾ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. ഈ സ്മാർട്ട് റോഡുകൾ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാനും ഗതാഗതം കൂടുതൽ സുഗമമാക്കാനും യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ സാധാരണ ജനജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ പലതാണ്. ഇവ നഗരത്തിലെ ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും ഗുണകരമായ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. യാത്രാസൗകര്യത്തിലെ മാറ്റങ്ങൾ: യാത്രാസമയം കുറയുന്നു. റോഡുകൾ മികച്ച നിലവാരത്തിലായതിനാൽ വാഹനങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഇത് യാത്രാസമയം ഗണ്യമായി കുറക്കുന്നു. തിരക്കേറിയ സമയങ്ങളിൽ പോലും ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. സുരക്ഷിതമായ യാത്ര: വീതിയുള്ള റോഡുകൾ, വ്യക്തമായ ദിശാസൂചികകൾ, ആധുനിക തെരുവ് വിളക്കുകൾ എന്നിവയെല്ലാം അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. രാത്രികാല യാത്രകൾ കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്യുന്നു. കാൽനടയാത്രക്കാർക്ക് സൗകര്യം: നല്ല നടപ്പാതകൾ ഉള്ളതിനാൽ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കാൻ സാധിക്കും. ടാക്ടൈൽ പാതകൾ കാഴ്ച പരിമിതർക്കും വലിയ സഹായമാണ്. സ്കൂൾ കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് ഏറെ പ്രയോജനകരമാണ്.
സൈക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. സൈക്കിൾ ട്രാക്കുകൾ ഉള്ളതിനാൽ സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഇത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ നല്ലതാണ്. നഗരത്തിന്റെ സൗന്ദര്യവും ശുചിത്വവും. നഗരത്തിന് പുതിയ രൂപം. ആധുനിക നിലവാരത്തിലുള്ള റോഡുകളും തെരുവ് വിളക്കുകളും മനോഹരമായ നടപ്പാതകളും നഗരത്തിന് വൃത്തിയും ഭംഗിയുമുള്ള പുതിയൊരു രൂപം നൽകുന്നു. ഇത് നഗരവാസികളിൽ അഭിമാനം ഉണർത്താൻ സഹായിക്കും. മാലിന്യ നിർമ്മാർജ്ജനം മെച്ചപ്പെടുന്നു. ഓടകൾ നവീകരിച്ചതുകൊണ്ട് മഴവെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാകുന്നു. ഇത് കൊതുകുശല്യം പോലുള്ള പ്രശ്നങ്ങൾ കുറക്കാനും പൊതുജനാരോഗ്യനില മെച്ചപ്പെടുത്താനും സഹായിക്കും. പരിസ്ഥിതി സൗഹൃദം. അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി ഡക്റ്റുകൾ ഉള്ളതുകൊണ്ട് റോഡുകൾ ഇടയ്ക്കിടെ കുഴിക്കുന്നത് ഒഴിവാക്കാം. ഇത് പൊടിശല്യം കുറക്കാനും റോഡ് അരികിലെ മരങ്ങൾ സംരക്ഷിക്കാനും സഹായിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലെ പുരോഗതി. കേബിളുകൾ സുരക്ഷിതം. വൈദ്യുതി, ടെലിഫോൺ, ഇന്റർനെറ്റ് കേബിളുകൾ എന്നിവ റോഡിനടിയിലൂടെ സുരക്ഷിതമായി സ്ഥാപിക്കുന്നതിനാൽ കേബിൾ പൊട്ടലുകളും തടസ്സങ്ങളും കുറയും. ഇത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പുതിയ സൗകര്യങ്ങൾ. സ്മാർട്ട് ബസ് ഷെൽട്ടറുകൾ, പൊതുശുചിമുറികൾ, AV ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയെല്ലാം പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നു. പാർക്കിംഗ് സൗകര്യം. റോഡരികിലെ പാർക്കിംഗ് ഒഴിവാക്കി വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് ഇടങ്ങൾ ഒരുക്കുന്നത് ഗതാഗത തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങൾ. കച്ചവടക്കാർക്ക് പ്രയോജനം. മികച്ച റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കാൻ സഹായിക്കും. ഇത് റോഡരികിലെ കടകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഗുണകരമാകും. റിയൽ എസ്റ്റേറ്റ് മൂല്യം വർദ്ധിക്കുന്നു. മികച്ച റോഡ് ശൃംഖലയുള്ള പ്രദേശങ്ങളിൽ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങളും ശുചിത്വവും ആധുനിക സൗകര്യങ്ങളും നഗരത്തിലെ പൊതുവായ ജീവിത നിലവാരം ഉയർത്തുന്നു. ഈ മാറ്റങ്ങൾ തിരുവനന്തപുരത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും നഗരത്തെ കൂടുതൽ ആധുനികവും ജനസൗഹൃദവുമാക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ബജറ്റ് വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. ആദ്യഘട്ടത്തിലെ 12 സ്മാർട്ട് റോഡുകൾ ഏകദേശം 180 കോടി രൂപയാണ് ഈ 12 റോഡുകൾ നിർമ്മിക്കുന്നതിനായി ചെലവഴിച്ചത്. ഇവയ്ക്ക് ആകെ 21.34 കിലോമീറ്റർ ദൂരമുണ്ട്. സ്മാർട്ട് സിറ്റി മിഷന്റെ മൊത്തം പദ്ധതി. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി വികസന പദ്ധതിയുടെ ആകെ അടങ്കൽ 1135 കോടി രൂപയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ 1242.48 കോടി രൂപ എന്നും പറയുന്നുണ്ട്. ഇതിൽ 488 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും 488 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ്. ബാക്കി തുക മറ്റ് കേന്ദ്ര സ്കീമുകളിൽ നിന്നും ഏകദേശം 260.1 കോടി, അർബൻ ലോക്കൽ ബോഡി ഫണ്ടിൽ നിന്നും ഏകദേശം 135.7 കോടി, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡിൽ നിന്നും ഏകദേശം 142.4 കോടി കണ്ടെത്തുന്നു. വകുപ്പ് തിരിച്ചുള്ള റോഡ് പദ്ധതികൾ. സ്മാർട്ട് സിറ്റിക്ക് കീഴിൽ റോഡുകൾ. ആദ്യ 2 ഘട്ടങ്ങൾ 6.426 കിലോമീറ്റർ റോഡിന് ഏകദേശം 119.85 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. KRFB റോഡുകൾ. മൂന്നാം ഘട്ടം 16.598 കിലോമീറ്റർ റോഡിന് ഏകദേശം 124.27 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. PWD റോഡുകൾ. നാലാം ഘട്ടം 13.913 കിലോമീറ്റർ റോഡിന് ഏകദേശം 129.19 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. കോർപ്പറേഷൻ റോഡുകൾ. 9.856 കിലോമീറ്റർ റോഡിന് ഏകദേശം 90.99 കോടി രൂപ ചെലവഴിക്കുന്നു. പ്രധാന ചെലവുകൾ ഉൾപ്പെടുന്ന റോഡുകൾ. ഉദാഹരണങ്ങൾ: വെള്ളയമ്പലം ആൽത്തറ ചെന്തിട്ട റോഡ് ഏകദേശം 77.81 കോടി രൂപ. ഏറ്റവും ദൈർഘ്യമേറിയ സ്മാർട്ട് റോഡുകളിലൊന്ന് കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് ഏകദേശം 33.02 കോടി രൂപ. ജനറൽ ആശുപത്രി മുതൽ വഞ്ചിയൂർ ജംഗ്ഷൻ വരെ ഏകദേശം 11.97 കോടി രൂപ. ഓവർബ്രിഡ്ജ് മുതൽ ഉപ്പിടാമൂട് പാലം വരെ ഏകദേശം 7.96 കോടി രൂപ. ബേക്കറി ജംഗ്ഷൻ മുതൽ ഫോറസ്റ്റ് ഓഫീസ് റോഡ് വരെ ഏകദേശം 5.85 കോടി രൂപ. നോർക്ക ജംഗ്ഷൻ മുതൽ ഗാന്ധിഭവൻ റോഡ് വരെ ഏകദേശം 5.51 കോടി രൂപ. തൈക്കാട് ഹൗസ് MG രാധാകൃഷ്ണൻ റോഡ് ഏകദേശം 6.35 കോടി രൂപ. സ്റ്റാച്യു മുതൽ ജനറൽ ആശുപത്രി റോഡ് വരെ ഏകദേശം 4.48 കോടി രൂപ. മാനവീയം വീതി ഏകദേശം 3.01 കോടി രൂപ. VJT ഹാൾ ഫ്ലൈഓവർ റോഡ് ഏകദേശം 2.84 കോടി രൂപ. സ്പെൻസർ ജംഗ്ഷൻ മുതൽ AKG സെന്റർ റോഡ് വരെ ഏകദേശം 1.69 കോടി രൂപ. കലാഭവൻ മണി റോഡ് ഏകദേശം 1.35 കോടി രൂപ. ഈ വിവരങ്ങൾ വിവിധ പത്രവാർത്തകളിൽ നിന്നും സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡിന്റെ ഔദ്യോഗിക വിവരങ്ങളിൽ നിന്നും ലഭ്യമായതാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക.
ഞങ്ങളുടെ ചാനലിൽ ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായതും രസകരമായതുമായ വീഡിയോകൾ കാണുന്നതിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. നന്ദി.